everyone, welcome back to our channel. ഇന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു വാൾ പ്ലേറ്റ് ഒരു പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പ്ലേറ്റ് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പെയിന്റ് ചെയ്യുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ചിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതേപോലെ ഒരു പിക്ചർ കോപ്പി ചെയ്തിരിക്കുകയാണ്. കോപ്പി ചെയ്യണ കുറേ ട്രിക്സ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ പിക്ചർ കോപ്പി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് നേരിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് കോപ്പി ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് എക്രിലിക് പെയിൻറ് എടുത്തിട്ട് ഇപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ഇതിൻ്റെ സ്കിന്നിന് കാണുന്ന ഏരിയാസിൽ മൊത്തം സ്കിൻ കളറ് കൊടുക്കുകയാണ്. ഞാൻ ഈ വാൾ പ്ലേറ്റിലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പ്രേ പെയിൻ്റ് ആയത് കാരണം തന്നെ അതിൻ്റെ മുകളിൽ അക്രിലിക് പെയിൻറ് ചെയ്യുമ്പോൾ അക്രിലിക് പെയിൻറ്റിൽ നമ്മൾ വെള്ളം മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് പെയിൻറ് എടുത്തിട്ട് ചെയ്യുകയായിരിക്കും നല്ലത്. കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഈ വാൾ പ്ലേറ്റ് എങ്ങനെയാണ് വാളിൽ ഫിക്സ് ചെയ്യാന്നുള്ളത്. അതും ഞാൻ ചില വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിങ്ക്സ് ഞാൻ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വാൾ പ്ലേറ്റ് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് പഴയതാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് ആണ്. അതിൽ നടുവിലൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇളകില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഈസി ആയിട്ട് വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ് വാൾ പ്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഒരേപോലത്തെ കുറേ എണ്ണം നമുക്ക് അവിടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഭയങ്കര വാളിന് നല്ലൊരു എലഗൻസ് ഫീൽ ചെയ്യും. കുറച്ച് പെയിൻറ്റിങ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെയിൻറ്റിങ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലേ വെച്ചിട്ട് ഉള്ള ഡിസൈൻസും ചെയ്യാം. ക്ലേ വെച്ചിട്ടോ Mseal വെച്ചിട്ടോ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാനിവിടെ മുകളിൽ ലിങ്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ ഈ ഭരതനാട്യം ആർട്ടിസ്റ്റിൻ്റെ ജ്വല്ലറി പെയിൻറ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എൻ്റെ കയ്യിൽ ഗോൾഡൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ യെല്ലോ എടുത്തിരിക്കുന്നത്. ഇതേ പെയിൻറ്റിങ് നമുക്ക് ഫാബ്രിക് പെയിൻറ് അല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. സൈഡിലുള്ള ഫ്ലവേഴ്സിൻ്റെ പോർഷൻ ഇതേപോലെ ഓറഞ്ചും വൈറ്റും ആണ് ഞാൻ ചെയ്യണത്. എന്നിട്ട് അതിൽ ജസ്റ്റ് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ പെയിൻറ് ചെയ്തതിന് ശേഷം ഫേസിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത പെയിൻറ് തന്നെ നമുക്ക് കുറച്ച് ചേർത്തിയിട്ട് കൊടുക്കാം. ഞാൻ ഫേസ് ആദ്യം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വലുപ്പം അധികമായിട്ട് തോന്നിയിരുന്നു. അപ്പം ഞാൻ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ കളർ പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പെയിൻറ് എടുത്തിട്ട് നല്ലവണ്ണം വെള്ളം മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്പ്രേ പെയിൻ്റ് ആയ കാരണം ഈ വെള്ളത്തിൽ നമുക്ക് ഇതേപോലെ സ്പഞ്ച് വെച്ച് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടെക്സ്ചർ കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വെള്ളം വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റിങ് ചെയ്യണത്. പ്ലെയിൻ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വെക്കുന്നേക്കാളും നല്ലത് ഇതേപോലെ എന്തെങ്കിലും ടെക്സ്ചേഴ്സ് യൂസ് ചെയ്യാണ്. ഞാൻ ഈ പിക്ചർ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിൻ്റെ അറ്റത്ത് കൂടെ അരികുവശത്ത് കൂടെ ഒരു ബോർഡർ മാതിരി കുറച്ച് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ ഭയങ്കര പെയിൻറ്റിങ് അറിയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പിക്ചർ കോപ്പി ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.